തന്റെ പ്രായം കുറവാണ്, പഠിക്കാൻ മിടുക്കിയാണ് എന്നൊക്കെ കോടതിയിൽ വിളമ്പിയിട്ടും കഷായം ഗ്രീഷ്മയുടെ ഒരടവും കോടതിയിൽ ചിലവായില്ല. പ്രണയത്തെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന ഇവളുമാരെ പോലുള്ള നാട്ടിലെ എല്ലാ അശ്വതി അച്ചുമാർക്കും ഇനി ഇതാകും സ്ഥിതി എന്നത് തന്നെയാണ് കഷായം ഗ്രീഷ്മയുടെ വധശിക്ഷയിലൂടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, മരണക്കിടക്കയിലും ഷാരോൺ അവളെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. എന്നാൽ പട്ടാളക്കാരനുമായി ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും ഒരേ സമയം കാമുകൻ ഷാരോണിനെയും പ്രതിശ്രുത വരനെയും ഒരുമിച്ച് ഗ്രീഷ്മ ചതിച്ചു. ഒടുവിൽ കേസന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാകട്ടെ, കൂടിപ്പോയാൽ തനിക്ക് കിട്ടുക ജീവപര്യന്തം. അങ്ങനെയൊന്ന് കണക്കാക്കിയാൽ തന്നെ തന്റെ ഈ പ്രായത്തിൽ ജീവപര്യന്തം അനുഭവിച്ചാൽ 38 വർഷത്തിന് പിന്നാലെ പുഷ്പം പോലെ പുറത്തിറങ്ങും. എന്നാൽ അതൊക്കെ തകിടം മറിക്കുന്ന സ്ഥിതിയായിരുന്നു ഇന്നത്തെ കോടതി വിധി. ഒടുവിൽ തൂക്കുകയർ വിധിച്ചതോടെ താൻ കണക്ക് കൂട്ടിയ പല പദ്ധതിയും പ്ലാനുമെല്ലാം വെറുമൊരു പുകമറ പോലെയായി. പാറശാല ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതിയും കാമുകിയുമായ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് കോടതി വിധിച്ചത്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷത്തെ ശിക്ഷയും അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചതിന് 5 വർഷം ശിക്ഷയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമെന്നും കോടതി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഷാരോൺ വധം ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാർ നായർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് 3 വർഷമാണ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര സെക്ഷൻ കോടതിയുടേതാണ് ഈ ശിക്ഷാവിധി. ജഡ്ജി AM ബഷീർ ആയിരുന്നു ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷ പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി മുറിക്കുള്ളിൽ ഗ്രീഷ്മ പൊട്ടിക്കരയുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരികയാണ്. മാത്രമല്ല, വിധി വന്നതോടെ യാതൊരു പ്രതികരണവുമില്ലാതെ ഗ്രീഷ്മ പൊട്ടിക്കരയുകയായിരുന്നു. ഷാരോൺ വധക്കേസിൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. പ്രതിയുടെ പ്രായം മാത്രം കോടതിക്ക് കണ്ടാൽ പോരാ എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഷാരോണിന്റെ കുടുംബത്തെ കോടതി അകത്തേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സന്ദേശം തന്നെയാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നതെന്നും ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി. ഷാരോൺ അനുഭവിച്ചത് വലിയൊരു വേദന തന്നെയാണ്. ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമം ഇല്ല. ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാനും സാധിക്കില്ല. കാരണം ഗ്രീഷ്മ നേരത്തെയും വധശ്രമം നടത്തിയിട്ടുണ്ട്. ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ആദ്യം ജ്യൂസ് ചലഞ്ച്, പിന്നീട് കൊലപാതകം. ഷാരോൺ അടിച്ചു എന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റാണെന്നും കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലവും ഇവിടെ വിജയിച്ചില്ല. ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നുവെന്നും മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നുവെന്നും തന്നെ കോടതി കൂട്ടിച്ചേർത്തു. ഷാരോണിന് പരാതി ഉണ്ടായിരുന്നോ എന്നതല്ല ഇവിടുത്തെ വിഷയമെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമം നടത്തിയിരുന്നു. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ 11 ദിവസം ഷാരോൺ ഒരേ കിടക്കയിൽ കിടന്നു. ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കയിലും ഷാരോൺ വിശേഷിപ്പിച്ചത്. വിധിന്യായം വായിക്കവെയാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഗ്രീഷ്മ മരിക്കാൻ ശ്രമം നടത്തിയത് ഈ കേസിൽ നിന്നും വഴിതിരിച്ചു വിടാനാണെന്നും കോടതി നിരീക്ഷിച്ചു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ നടത്തിയ വ്യാജ മരണമാണ് അതിന് കാരണമായത്. ലൈസോൾ കുടിച്ചാൽ മരിക്കില്ലെന്ന് ഗ്രീഷ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. ഷാരോണിന്റെ ആന്തരിക അവയവങ്ങൾ ഒഴികെ എല്ലാം അഴുകിയ നിലയിലായിരുന്നു. ഇത് സമർത്ഥമായ കൊലപാതകമാണെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.